മമിത ബൈജു അഭിനയിച്ച സിനിമകൾ വിജയിച്ചതും പരാജയമായതും. 2017 പുറത്തിറങ്ങിയ സർവോപരി പാലക്കാരനായിരുന്നു മമിതയുടെ ആദ്യ ചിത്രം. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. 2017 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു ഹണിബി 2 സെലിബ്രേഷൻസ്. ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. മമിതയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഡാഗിനി. ചിത്രത്തിനും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. നാലാമത്തെ ചിത്രം കൃഷ്ണം. ചിത്രവും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറുകയാണ് ചെയ്തത്. 2018 ഇറങ്ങിയ വരത്തൻ മമിതയുടെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറി. അടുത്ത ചിത്രം സ്കൂൾ ഡയറി. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. 2019 പുറത്തിറങ്ങിയ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. വികൃതി ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. 2020 പുറത്തിറങ്ങിയ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആയിരുന്നു മമിതയുടെ അടുത്ത ചിത്രം. ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഓപ്പറേഷൻ ജാവ മികച്ച അഭിപ്രായങ്ങൾ കരസ്ഥമാക്കി വിജയിച്ച ചിത്രമായിരുന്നു. മമിതയുടെ അടുത്ത ചിത്രം കൊക്കോ ആയിരുന്നു. ചിത്രം പരാജയമായി മാറി. 2 ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. സൂപ്പർ ശരണ്യ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 2023 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രണയവിലാസം. ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. മമിതയുടെ അടുത്ത ചിത്രമായ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. മമിതയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായി മാറി പ്രേമലു. മമിതയുടെ അവസാനമായി തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു റിബൽ. ചിത്രം മമിതയുടെ ആദ്യ തമിഴ് ചിത്രം കൂടിയായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മമിത ബൈജുവിന്റെ ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.